Hi friends, Learn Programming in Malayalam ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വൈൽ, ഡു വൈൽ അങ്ങനെയുള്ള രണ്ട് ടൈപ്സ് ഓഫ് ലൂപ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോർ ലൂപ്സ് ആണ് പഠിച്ചത്. അപ്പോൾ ഇതിൽ എന്താണ് ബേസിക്കലി വൈൽ ലൂപ്പ് എന്താണെന്ന് ആദ്യം നോക്കാം. വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് നമ്മൾ പറയുകയാണെങ്കിൽ ഇതാണ് വൈൽ ലൂപ്പിൻ്റെ ഒരു ബേസിക് സിൻടാക്സ്. അതായത് വൈൽ എന്ന് പറയുന്നത് ഒരു റിസർവ്ഡ് കീവേഡാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളൊരു കണ്ടീഷൻ, ഒരു ബൂളിയൻ കണ്ടീഷൻ കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡ് ഈ ഒരു ബ്ലോക്കിൻ്റെ അകത്ത് കൊടുക്കുന്നു. അപ്പോൾ അതാണ് വൈൽ ലൂപ്പിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാലാണ്. അതായത് ഒരു കണ്ടീഷൻ എത്രത്തോളം കാലം ട്രൂ ആയിരിക്കുന്നു അതുവരെ ആയിരിക്കും ആ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊരു എക്സാമ്പിൾ വഴി നോക്കാം. നമ്മളിവിടെ ഒരു നമ്പർ ഐ എന്ന് പറഞ്ഞ നമ്പർ ഇവിടെ 0 എന്ന് കൊടുക്കുന്നു. ഇനി അതൊരു വൈൽ ലൂപ്പിലെ കണ്ടീഷനിൽ എങ്ങനെ നമുക്ക് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഇവിടെ i<5 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ i<5 എന്നുള്ളതാണ് നമ്മുടെ ബൂളിയൻ കണ്ടീഷൻ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്നിടത്തോളം കാലം നമുക്ക് ഈ ഐയുടെ വാല്യൂ പ്രിൻ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതിലിനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ ലൂപ്പ് ഈ ഒരു കണ്ടീഷൻ i<5 ട്രൂ ആയിരുന്നിടത്തോളം കാലം റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് എവിടെയെങ്കിലും വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ ഒരിക്കലും ഫാൾസ് ആകില്ല. ഇതൊന്ന് നമുക്ക് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഔട്ട്പുട്ട് കാണാം. നമുക്ക് 0 to 4 വരെ പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ i<5 ഐയുടെ വാല്യൂ ഓരോ ലൂപ്പിലും ഇവിടെ ഈ ഒരു കോഡ് വഴി ഇൻക്രിമെൻ്റ് ആവുന്നതാണ്. അപ്പോൾ ഫൈനലി ഐയുടെ വാല്യൂ 5 എത്തുമ്പോൾ ഈ ഒരു കണ്ടീഷൻ i<5 എന്ന് പറയുന്ന കണ്ടീഷൻ ഫാൾസ് ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വാല്യൂ 4 വരെ പ്രിൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ ഒരു ലൈൻ ഇഗ്നോർ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ലൈൻ കളയുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫോർ ലൂപ്പിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് പോകുന്നതാണ്. അപ്പോൾ വൈൽ ലൂപ്പ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഈ ലൂപ്പിൻ്റെ കണ്ടീഷൻ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എൻഡായിരിക്കണം, അല്ലെങ്കിൽ അത് എൻഡ് ചെയ്യാനുള്ള കോഡ് കൂടി നമുക്ക് ഈ ലൂപ്പിൻ്റെ അകത്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഈ ഐയുടെ വാല്യൂവിൻ്റെ ഇൻക്രിമെൻറ്റ് ത്രൂ ആണ് ഈ ഒരു കണ്ടീഷൻ ഫൈനലി ഫാൾസ് ആവുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മറ്റൊരു ഫോർ ലൂപ്പിൽ നിന്നുള്ള ഒരു വ്യത്യാസം നോക്കുകയാണെങ്കിൽ, ഫോർ ലൂപ്പ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഫോർ ലൂപ്പ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം മുതൽക്ക് തന്നെ ഈ ഒരു ലൂപ്പ് എത്ര തവണ പ്രിൻ്റ് ആവും എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു എക്സാമ്പിളിൽ നമുക്കത് എത്ര തവണ പ്രിൻ്റ് ആവും എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം അത് ഇവിടെ കൊടുക്കുന്ന ഓപ്പറേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ ഞാനിപ്പോൾ i=i+2 ആണ്. സപ്പോസ് i=i+2 ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇപ്പോൾ ഈ ഒരു ലൂപ്പ് 3 തവണ എക്സിക്യൂട്ട് ആയിട്ടുള്ളൂ. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു കണ്ടീഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഫോർ ലൂപ്പിൽ നമ്മൾ ആദ്യമേ ആ ഒരു കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് മസ്റ്റായിട്ട് അറിയാൻ പറ്റും എപ്പോഴാണ് ആ ഒരു ലൂപ്പ് എക്സിറ്റ് ആവുന്നതെന്ന്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു വൈൽ ലൂപ്പ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഒരു കണ്ടീഷൻ എത്രത്തോളം കാലം ട്രൂ ആയിരിക്കുന്നോ അതുവരെയായിരിക്കും വൈൽ ലൂപ്പ് എക്സിക്യൂഷൻ നടക്കുന്നത്. പിന്നെ വൈൽ ലൂപ്പിൻ്റെ തന്നെ മറ്റൊരു മോഡിഫിക്കേഷനായ ഡു വൈൽ ലൂപ്പ്, അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഡു വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഡു എന്ന് പറയുന്ന ഒരു കീവേഡ് കൊടുക്കുന്നു. ആ ഒരു ബ്ലോക്കിൻ്റെ അകത്താണ് നമ്മൾ കോഡ് എഴുതുന്നത്. അത് കഴിഞ്ഞ് ആ ഒരു ബ്ലോക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആക്ച്വലി ഒരു കണ്ടീഷൻ, അതായത് നമ്മുടെ വയലിൻ്റെ കണ്ടീഷൻ കൊടുക്കുന്നത്.
അപ്പോൾ ഇത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്. ഡു എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോക്ക് എൻഡ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ ആദ്യം എക്സിക്യൂട്ട് ആവും. ആ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഒരു വയലിൻ്റെ ചെക്കിങ് നടക്കുന്നത്. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് ആദ്യത്തെ അതേ റിസൾട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വയലുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രധാന വ്യത്യാസം ഇവിടെയുണ്ട്. അതായത് ഇവിടെ ഈ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ വയലിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു കണ്ടീഷൻ ആദ്യമേ ഫോൾസ് ആണെങ്കിൽ അത് വർക്ക് ചെയ്യുന്നതല്ല. നമുക്ക് വേണമെങ്കിൽ അത് ഒന്ന് അൺഡു ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു കോഡിൽ നമ്മളിപ്പോൾ ഐയുടെ വാല്യൂ ആദ്യമേ ഞാനിവിടെ 10 ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഔട്ട്പുട്ടൊന്നും കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഇത് ആദ്യം തന്നെ ഈ ഒരു കണ്ടീഷൻ i<5 എന്ന് പറയുന്ന കണ്ടീഷൻ ഫാൾസ് ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് വയൽ ലൂപ്പ് ഒരു തവണ പോലും പ്രിൻ്റ് ആയിട്ടില്ല. പക്ഷേ നമ്മളിവിടെ ഇതിന് പകരം ഡു വയൽ ലൂപ്പാണ് കൊടുക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് ഔട്ട്പുട്ട് മാറുന്നതെന്ന് നോക്കാം. ഈ ഒരു എക്സാമ്പിളിൽ ഐയുടെ ആദ്യത്തെ വാല്യൂ നമ്മൾ കൊടുത്തിരിക്കുന്നത് 10 ആണ്. ഇവിടെ വയലിൽ കൊടുത്തിരിക്കുന്നത് i<5 ആണ്. ഇതിന് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 10 എന്ന് പറയുന്ന വാല്യൂ പ്രിൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ കണ്ടീഷൻ ആദ്യം തന്നെ റോങ് ആണ്, എന്നാലും നമുക്ക് ഈ ഒരു വാല്യൂ ഒരു തവണ പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വയൽ ലൂപ്പും ഡു വയലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ്. ഡു വയൽ ലൂപ്പ് നമുക്ക് കണ്ടീഷൻ എന്ത് തന്നെ ആയാലും, അതായത് ട്രൂ ആയാലും ഫോൾസ് ആയാലും ഒരു തവണയെങ്കിലും ഡു വയൽ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. അതിലെ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഡു വയലും വയൽ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം. വയൽ ലൂപ്പിൽ അങ്ങനെ ആവണമെന്നില്ല. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ആ ഒരു ബ്ലോക്കിൻ്റെ അകത്ത് കയറുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിലാണെങ്കിൽ ഡു വയൽ ലൂപ്പിൽ കണ്ടീഷൻ i=10 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം തന്നെ അത് ഫോൾസ് വാല്യൂ ആണ്. പക്ഷേ ഇത് ഈ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ചെക്കിങ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ പോലും ഒരു തവണ ഈ ഒരു ബ്ലോക്കിൻ്റെ അകത്തേക്ക് കയറുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലൂപ്സ്, C# വയൽ ലൂപ്പും ഡു വയൽ ലൂപ്പും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.